മുൻ ആരോഗ്യമന്ത്രി ശ്രീ വി എസ് ശിവകുമാർ കൂടി ടെലിഫോണിലുണ്ട്. ശ്രീ വി എസ് ശിവകുമാർ, ഇന്നലെ ഈ ഹാരിസ് ചിറക്കലിന്റെ ഈ വിവാദ പ്രസ്താവന പരാമർശമൊക്കെ വന്നതിന് ശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് കണ്ടപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് 700 കോടി കിഫ്ബിയിലൂടെ എത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരം വികസന പദ്ധതികൾ നടപ്പാക്കിയിട്ടുള്ള മെഡിക്കൽ കോളേജാണ്. അവിടെ എന്ത് സംവിധാനങ്ങളാണ് ഇല്ലാത്തതെന്ന് നിങ്ങളെ തന്നെ ഞാൻ ക്ഷണിക്കുന്നു, നിങ്ങൾ വന്ന് കണ്ടു ബോധ്യപ്പെടുന്നു എന്ന് വളരെ ആത്മവിശ്വാസത്തോടെയാണ് മന്ത്രി പറയുന്നത്. അപ്പോൾ ഈ 700 കോടി എന്നത് ഒരു ചെറിയ തുകയല്ലല്ലോ. ഒരു മെഡിക്കൽ കോളേജിന് വേണ്ട അത്യാവശ്യം സംവിധാനങ്ങളൊക്കെ ഒരുക്കാൻ കഴിയുന്ന തുക കൂടിയാണ്. അപ്പോൾ എന്നിട്ടുമാണ് ഡോക്ടർ ഈ ഒരു പരിമിതികളെക്കുറിച്ചും അല്ലെങ്കിൽ ഇല്ലായ്മകളെക്കുറിച്ചും പറയുന്നത്. അപ്പോൾ ഈ 700 കോടി എവിടെ പോയി? അത് വേണ്ട രീതിയിൽ അവിടെ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ? മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിലേക്കാണോ ഈ പൈസ പോയത്? അങ്ങനെ പലവിധ സംശയങ്ങൾ ഉയരുന്നില്ലേ? ഇത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതെന്നുള്ളതാണ്. ഇപ്പോ ഇത് തുറന്നു പറയാതിരുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ ഡോക്ടർ അത് പറഞ്ഞത് എന്നുള്ളതാണ് അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്കിലൂടെ ഇടുകയും അതിലിപ്പോ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി, ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി മെഡിക്കൽ കോളേജില് ഉള്ള ന്യൂനതകൾ, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് ഗവൺമെന്റ് മുൻകൈ എടുക്കേണ്ടത്. ഇപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു, മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചു പറഞ്ഞു, പിന്നെ എന്നിട്ട് യാതൊരു നടപടിയും ഉണ്ടായില്ല. എന്തൊരു ഗതികേടാണ് മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു സ്ഥാപനം. അവിടെ വരുന്ന രോഗികളിൽ നിന്നും കാശ് വാങ്ങിയിട്ടാണ് എക്യുപ്മെന്റ്സ് വാങ്ങുന്നത്, ഓപ്പറേഷന് വേണ്ടിയുള്ള സാധന സാമഗ്രി വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ വളരെ അപമാനമാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം. 700 കോടി രൂപ ഇവിടെ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ ഈ അവിടെ അത് ജനത്തിന് ബോധ്യമാകട്ടെ, ജനത്തിന് അനുഭവമാകട്ടെ, രോഗികളോട് എത്തിച്ചേരുമ്പോൾ. അപ്പൊ അതിനുള്ള ഇത് യഥാർത്ഥത്തിൽ ഞങ്ങളോടൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്താൽ അടിയന്തര പ്രാധാന്യമുള്ള ശസ്ത്രക്രിയ ചെയ്യേണ്ട ആളിനോട് പോലും 1 മാസം 2 മാസം കഴിഞ്ഞ് വരാൻ പറയുക, 6 മാസം കഴിഞ്ഞ് വരാൻ പറയുക. ഈ ഒരു സ്ഥിതി മാറണ്ടേ? അപ്പൊ ഒരു ഡോക്ടർ സത്യം വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. മറ്റു പലരും ഭയം കൊണ്ട് പറയുന്നില്ല. അവര് ഉദ്യോഗസ്ഥരായതുകൊണ്ട് അവർ പറഞ്ഞ അവരുടെ പേരിൽ പ്രതികാര നടപടികൾ സ്വീകരിക്കുക. അപ്പൊ ഈ ഡോക്ടർ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ മെഡിക്കൽ കോളേജിൽ ഉള്ള ന്യൂനതകൾ, അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് മന്ത്രി ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തും എന്ന് മന്ത്രി ഇന്നലെ പറഞ്ഞു. ശരി, നടത്തട്ടെ. ഈ അന്വേഷണം നടത്തും എന്ന് പറയുന്നതല്ല, അന്വേഷണം നടത്തിയതിനു ശേഷമുള്ള യാതൊരു വിധമായ നടപടികൾ എടുത്തായിട്ട് നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക. ഡോക്ടർ എന്ത് സാഹചര്യത്തിലാണ് ഇത് പറഞ്ഞത്? ഒരു വൈര്യവിരാധന ബുദ്ധിയോട് കൂടി ആ ഡോക്ടറോട് പെരുമാറാതിരിക്കുക. ജനങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ എത്തിച്ചേരുന്ന സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ശബ്ദമുയർത്തിയത്. ആരെങ്കിലുമൊക്കെ പറയണ്ടേ? ഇത് അവിടുത്തെ ഒരു യാഥാർത്ഥ്യമാണ്. അത് അവിടെ ചികിത്സയ്ക്ക് പോകുന്ന ആളുകൾക്ക് മനസ്സിലാക്കുന്ന ഒരു സത്യമാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. പല സ്ഥലത്തും ഇത് തന്നെയാണ്, പല ഡിപ്പാർട്ട്മെന്റുകളിലും ഇത് തന്നെയാണ് സ്ഥിതിവിശേഷം. സംവിധാനത്തിലെ പോരായ്മ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഫണ്ടിന്റെ അപര്യാപ്തത എന്നതിനപ്പുറം ഇപ്പോൾ ഒരു ഉപകരണം വാങ്ങാൻ വളരെ പ്രയാസപ്പെട്ട് പലതരത്തിൽ ആദ്യം സൂപ്രണ്ടിന്റെ, അത് കഴിഞ്ഞ് വികസന സമിതിയുടെ ഒക്കെ ഓഫീസുകൾ ഇങ്ങനെ അദ്ദേഹം കയറി ഇറങ്ങുകയാണ്. എന്നിട്ടൊന്ന് ക്ലിയറൻസ് കിട്ടി വരുമ്പോൾ ജില്ലാ കളക്ടറുടെ അനുമതി കൂടി വേണം. അങ്ങനെ ക്ലിയറൻസ് കിട്ടി ഒടുവിൽ വരുമ്പോൾ ആ പറഞ്ഞ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉപകരണത്തിന് വില കൂടുകയാണ്. അപ്പോൾ വീണ്ടും ഒന്നേ നിന്ന് ആ പ്രൊസീജിയർ അദ്ദേഹം ചെയ്യുകയാണ്. അപ്പോൾ സമയനഷ്ടം ഉണ്ടാവുകയാണ്. അപ്പോൾ ആ രീതിയിൽ വലിയ പ്രയാസം നേരിടുന്നു. നമ്മുടെ സംവിധാനത്തിലെ പോരായ്മയാണ് ആ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം. തീർച്ചയായിട്ടും. കാരണം ഈ ആരോഗ്യ വകുപ്പ് പോലെയുള്ള വകുപ്പുകളിൽ ഈ തടസ്സങ്ങൾ, സാങ്കേതികമായ തടസ്സം, ഇപ്പൊ പറഞ്ഞു ഒരു എക്യുപ്മെന്റിന് വേണ്ടിയുള്ള സാങ്ഷൻ കിട്ടി വരുമ്പോൾ അത് ഒരു കൊല്ലം കഴിയും. എവിടെ എന്തെങ്കിലും കേടായി പോയാൽ അല്ലെങ്കിൽ വാങ്ങുന്നതിലേക്ക് വേണ്ടി അത് കഴിയുമ്പോൾ സാധനത്തിന്റെ ഈ എക്യുപ്മെന്റിന്റെ വില കൂടും. പിന്നെ അതിന്റെ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ മാറ്റാം. അപ്പൊ ആരോഗ്യ വകുപ്പ് പോലെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന വകുപ്പുകളിൽ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സംവിധാനങ്ങൾ ഉണ്ടാകണം. അതിന് 700 കോടി രൂപ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇവിടെ തിരുവനന്തപുരത്തുകാർക്കത് ബോധ്യമാകുന്നില്ല. എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത് 700 കോടി രൂപയുടെ വികസനം? അവിടെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തൊരു ബ്ലോക്ക് അല്ലാതെ അതിനുശേഷം അവിടെ എന്ത് നടന്നു എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങളൊക്കെ ഇവിടെ തിരുവനന്തപുരത്തുകാർക്ക് ബോധ്യമാകുന്നില്ല. അവിടെ ഒരു കോറിഡോർ, അതും ഞാനും മിനിസ്റ്ററായിരുന്ന സമയത്താണ്. അതിനുശേഷം എന്ത് ഡെവലപ്മെന്റ് അവിടെ നടന്നു? നമ്മള് എത്തുന്ന സമയത്ത് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റ് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാണ് അത് അടച്ചിട്ടിരിക്കുക. എത്ര വർഷമായി? 10 വർഷത്തോളമായി.
അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ അതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഇവിടെ ഈ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പോലും നടക്കുന്നില്ല. 700 കോടി രൂപയൊക്കെ അനുവദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രസ്താവനകളും നടത്താമെന്നുള്ളത് കവിഞ്ഞ് സാധാരണക്കാരായിട്ട് ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളിൽ കഴമ്പുണ്ടോ എന്നത് സ്വാഭാവികമായിട്ടും പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. ഒരു വകുപ്പ് മേധാവി ഇത്ര ശക്തമായി തന്റെ നിലപാട് എന്തും വന്നോട്ടെ, എന്ത് നടപടികളും വന്നാലും താൻ നേരിടാമെന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പറയാൻ തയ്യാറാകണമെങ്കിൽ അത്രയേറെ ആ അനുഭവങ്ങൾ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അസ്വസ്ഥനാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. വളരെ നന്ദി ശ്രീ വി എസ് ശിവകുമാർ.